നമസ്കാരം. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും പുതിയതായി വന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരുമായി നിരന്തരം സമരത്തിലായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ഒക്ടോബർ വരെയാണ് അദ്ദേഹത്തിന് ഗവർണർ എന്ന പദവിയിൽ കാലാവധി ഉള്ളത്. എന്നാൽ ഒക്ടോബറിന് മുമ്പ് തന്നെ അദ്ദേഹം രാജിവെക്കുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. 2024 ഏപ്രിൽ മാസത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളതാണ് അനൌദ്യോഗികമായ അറിയിപ്പ് ഇതുവരെയും ഉള്ളത്. ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നും 2024 ഏപ്രിൽ 16 തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ള അനൌദ്യോഗികമായ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നു. ഔദ്യോഗികമായ സ്ഥിരീകരണം ഇനിയും എത്താനുണ്ട്. എന്നാൽ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും 2024 ഏപ്രിൽ 16 പൊതു തെരഞ്ഞെടുപ്പ് എന്നുള്ള ധാരണ പ്രകാരം ഒരുങ്ങിയിരിക്കുവാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ അനൌദ്യോഗികമായി അറിയിപ്പ് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഇതിൻ പ്രകാരം തന്നെയാണ് കേരളത്തിലെ ബഹുമാന്യനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. 2024 ഏപ്രിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ യുപിയിൽ നിന്നും മത്സരിച്ച് പാർലമെന്റിലേക്ക് എത്തി കേന്ദ്രമന്ത്രിയാകുവാൻ തന്നെയാണ് നീക്കം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ. കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ ഗവർണറുമായി നിരന്തരം കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലവിലുള്ളത്. ഈ അടുത്ത കാലത്ത് നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തിയ ഗവർണർ കേവലം 1 മിനിറ്റ് 28 സെക്കൻഡിനുള്ളിൽ തന്റെ നയപ്രഖ്യാപന പ്രസംഗം നടത്തി നിയമസഭയിൽ നിന്നും പിൻവാങ്ങി എന്നുള്ളതാണ് ഏറ്റവും പുതിയ സംഭവം. സർക്കാരുമായി ഗവർണർ കൊമ്പുകോർത്തത് അത് തന്നെയായിരുന്നു. അതിനുശേഷം ജനുവരി 26 റിപ്പബ്ലിക് ദിന പരിപാടിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയനും ബഹുമാന്യനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തൊട്ടടുത്ത കസേരകളിൽ ഇരുന്നിട്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയോ സംസാരിക്കുകയോ സൗഹൃദഭാവം കാണിക്കുകയോ ചെയ്തില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. അതായത് നേരിൽ കണ്ടാൽ പോലും, മുഖത്തോട് മുഖം കണ്ടാൽ പോലും ഗവർണറും മുഖ്യമന്ത്രിയും സംസാരിക്കാൻ കഴിയാത്തത്ര രീതിയിൽ അവർക്കിടയിൽ ഒരു വിള്ളൽ ഉണ്ടായിരിക്കുന്നു, അകൽച്ച ഉണ്ടായിരിക്കുന്നു, രാഷ്ട്രീയ വൈര്യം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കേരള സർക്കാരിന്റെ ഏതാണ്ട് 11ഓളം ബില്ലുകളാണ് ഗവർണർ ഒപ്പുവയ്ക്കാത്തതിനാൽ പാസ്സാകാതെ ഇരിക്കുന്നത്. എന്നാൽ ഇതിൽ ചില ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വേണ്ടി ഗവർണർ അയച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഗവർണർ ചില ബില്ലുകളിൽ ഒപ്പിടാത്തത് മൂലം കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കാനാവുന്നില്ല, പല പദ്ധതികളും ഓർഡിനൻസായി ഇറക്കുവാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് സർക്കാർ പക്ഷത്തു നിന്നുള്ള വർത്തമാനങ്ങളും. ഫലത്തിൽ പിണറായി വിജയൻ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന നടപടികളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളത്തിൽ ഉയർന്നു കേൾക്കുന്ന സംസാരം. കണ്ണൂർ സർവകലാശാലയിലെ VC നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിലും ഗവർണർ കൃത്യമായ നിലപാടുകളെടുത്തു. സർക്കാർ നോമിനിയുടെ പേര് ഗവർണർ തള്ളുകയായിരുന്നു. ഒരു കാരണവശാലും സർക്കാരിന്റെ ഇത്തരം നയവൈകല്യങ്ങൾ താൻ അംഗീകരിക്കില്ല എന്ന രീതിയിൽ തന്നെയായിരുന്നു ഗവർണറുടെ മുന്നോട്ടുള്ള പോക്ക്. സർവകലാശാല വിഷയത്തിൽ സർക്കാരിന്റെ വിദ്യാർത്ഥി യൂണിയനായ CPMന്റെ വിദ്യാർത്ഥി യൂണിയനായ SFIയുമായി ഗവർണർ നിരന്തരം കലഹിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിച്ച SFI വിദ്യാർത്ഥികൾക്കെതിരെ IPC 124 പ്രകാരം കേസെടുക്കുകയും പിന്നീട് അവർ ജാമ്യത്തിൽ വിട്ടയക്കുകയുമെല്ലാം നമ്മൾ കണ്ടറിഞ്ഞ സംഭവങ്ങൾ തന്നെയാണ്. എന്നാൽ ഗവർണർ തന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ്, ഒക്ടോബർ വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി, അത് പൂർത്തിയാകുന്നതിന് മുമ്പ് അദ്ദേഹം രാജിവെച്ച് ഇപ്പോൾ പോകാൻ ഒരുങ്ങുന്നു. UPയിൽ നിന്നും പാർലമെന്റിലേക്ക് മത്സരിച്ച് കേന്ദ്ര മന്ത്രിസഭയിൽ മന്ത്രിയാകാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ അവിടെ സ്റ്റുഡൻസ് പ്രസ്ഥാനത്തിലൂടെ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് ഗവർണർ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. തന്റെ 26ാമത്തെ വയസ്സിൽ അദ്ദേഹം പാർലമെന്റിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട സവിശേഷത. ചരൺ സിംഗിന്റെ ക്രാന്തിദളിലായിരുന്നു ഗവർണറുടെ ആദ്യത്തെ രാഷ്ട്രീയ പ്രവേശം. ക്രാന്തിദളിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന സമയത്ത് UPയിൽ നിന്നും അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുകയുണ്ടായി. ഇതായിരുന്നു ഗവർണറുടെ ആദ്യത്തെ രാഷ്ട്രീയ പ്രവേശവും ആദ്യത്തെ രാഷ്ട്രീയ അധികാര പ്രവേശവും അങ്ങനെ തന്നെയായിരുന്നു. ജാമിയ മിലാനിയ, അലിഗഡ് സർവകലാശാല, ലക്നോ സർവകലാശാല എന്നിവിടങ്ങളിലാണ് ഗവർണർ തന്റെ വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തീകരിച്ചത്. 26ാം വയസ്സിൽ ക്രാന്തിദളിൽ നിന്നും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ 1980 ക്രാന്തിദളിനോട് വിട പറഞ്ഞ് കോൺഗ്രസിൽ എത്തുകയായിരുന്നു.
എന്നാൽ അദ്ദേഹം കോൺഗ്രസിലും പിന്നീട് അധികനാൾ നിന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട യാഥാർത്ഥ്യം. 1984 കാൺപൂരിൽ നിന്നും അദ്ദേഹം കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിക്കുകയുണ്ടായി. എന്നാൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുമായി ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പിന്നീട് അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പ്രമാദമായ വിധികളിൽ ഒന്നായിരുന്നു ഷബാനു ബീഗം കേസിലുള്ള വിധി. ഷബാനു ബീഗം കേസിൽ ഉണ്ടായ വിധി എടുത്തു പറയേണ്ടത് വിവാഹമോചിതരായ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം കിട്ടുവാനുള്ള അധികാരം ഉണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരമപ്രധാനമായ വിധി. എന്നാൽ ഇത് ഇന്ത്യയിലെ മിക്കവാറും മുസ്ലിം സംഘടനകൾക്ക് അംഗീകരിക്കാനാവാത്ത വിധിയായിരുന്നു എന്നുള്ളതാണ് അക്കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട് ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനത്തിനും അവരുടെ നിലനിൽപ്പിനും വേണ്ടി സുപ്രീം കോടതിയുടെ ഇത്തരത്തിലുള്ള വിധികൾ സ്വാഗതാർഹമാണ് എന്ന് തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് തുറന്നടിച്ചത്. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി അടക്കമുള്ളവർക്ക് ആരിഫ് മുഹമ്മദ് ഖാന്റെ ഈ ശൈലി ഒരു കാരണവശാലും ഇഷ്ടപ്പെട്ടില്ല. തന്നെയുമല്ല, സുപ്രീം കോടതിയുടെ വിധിയെ മറികടക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് അന്ന് മറ്റൊരു നിയമം കൂടി പാസാക്കുകയുണ്ടായി. അതായത് 1986 സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്ന് ആ വിധിയെ മറികടക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറയപ്പെടുന്നു കോൺഗ്രസ് അന്ന് മറ്റൊരു ബില്ല് അവതരിപ്പിക്കുകയുണ്ടായി. മുസ്ലിം പേഴ്സണൽ ലോ ബിൽ എന്ന് തന്നെയായിരുന്നു അതിന് കോൺഗ്രസ് നൽകിയ പേര്. എന്നാൽ ഇതിൽ ക്ഷുഭിതനായ ആരിഫ് മുഹമ്മദ് ഖാൻ പിന്നീട് രാജീവ് ഗാന്ധിയുമായിട്ടുള്ള അസ്വാരസ്യങ്ങളെ തുടർന്ന് അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് കോൺഗ്രസിന് പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് അദ്ദേഹം വി പി സിംഗിന്റെ ജനതാദളിലെത്തി. 1989 അദ്ദേഹം വി പി സിംഗിനോടൊപ്പം തന്നെ നിലകൊണ്ടു. 1989 തെരഞ്ഞെടുപ്പിൽ ജനതാദളിൽ നിന്നും മത്സരിച്ച് അദ്ദേഹം വ്യോമയാന ഊർജ വകുപ്പ് മന്ത്രിയായി വി പി സിംഗിന്റെ മന്ത്രിസഭയിൽ നിയമിതനാവുകയായിരുന്നു. എന്നാൽ അവിടെയും അദ്ദേഹത്തിന് അധികനാലം നിൽക്കാൻ സാധിച്ചില്ല. 1998 അദ്ദേഹം BSPയിലേക്ക് എത്തുകയായിരുന്നു. ഭാരതീയ ക്രാന്തിദൾ, കോൺഗ്രസ്, ജനതാദൾ, ബഹുജൻ സമാജ്വാദി പാർട്ടി എന്നിവയിൽ അദ്ദേഹം പ്രവർത്തിച്ചതിന് ശേഷം പിന്നീടാണ് അദ്ദേഹം BJPയിലേക്ക് ചേക്കേറുന്നത്. BJPയിൽ എത്തിയ അദ്ദേഹം UPയിലെ ഖൈസർഗഞ്ചിൽ നിന്നും മത്സരിച്ചെങ്കിലും അദ്ദേഹം വിജയിച്ചില്ല. തുടർന്ന് അദ്ദേഹം കുറെ നാളുകൾക്ക് സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതായി തന്നെയാണ് കണ്ടത്. സൂഫിസവുമായി ബന്ധപ്പെട്ട് കുറെ പഠനങ്ങളും യാത്രകളും അദ്ദേഹം നടത്തുകയുണ്ടായി. അതിന് അദ്ദേഹത്തിന്റെ ഭാര്യ കൂടി അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്നു. അതായത് 2007 അദ്ദേഹം സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഈ സൂഫി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ കൂടുതൽ പഠനങ്ങളും ഗവേഷണവുമായി തന്റെ ഭാര്യയോടൊപ്പം അദ്ദേഹം വലിയൊരു സഞ്ചാരത്തിൽ തന്നെയായിരുന്നു, പഠനത്തിൽ തന്നെയായിരുന്നു. പിന്നീട് നരേന്ദ്രമോദി BJPയിൽ പ്രധാനമന്ത്രിയാകുന്ന അവസരത്തിലാണ് അദ്ദേഹം BJPയുമായി കൂട്ടുകെട്ടുണ്ടാകുന്നതും നാളെ ഇങ്ങോട്ട് BJPയുമായി സജീവമായി അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. നജ്മ ഹെപ്തുള്ളയ്ക്ക് ശേഷം BJP നിയമിക്കുന്ന രണ്ടാമത്തെ മുസ്ലിം ഗവർണർ തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. കുറെ കാലങ്ങളായി കേരളത്തിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ BJPയിൽ നിന്നും അദ്ദേഹത്തിന് മത്സരിച്ച് മന്ത്രിയാകുവാൻ, കേന്ദ്ര മന്ത്രിയാകുവാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേരളത്തിലെ ഗവർണർ എന്ന ഒരു പദവി അദ്ദേഹം ഉപയോഗിച്ചത്. കേരളത്തിലെ സർക്കാരുമായി നിരന്തരം പോരിലേർപ്പെട്ടിരുന്നതും ഇതുകൊണ്ട് തന്നെ ആവാം എന്ന് തന്നെയാണ് ഇപ്പോൾ പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. അതെന്ത് തന്നെയായാലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പ്രമാദമായ വിധി ഷബാനു ബീഗം കേസിലും അതുപോലെ തന്നെ കർണാടക സർവകലാശാലയിൽ ഉണ്ടായിരുന്ന ഹിജാബ് വിവാദത്തിലുമെല്ലാം ബന്ധപ്പെട്ട് തന്റേതായ കൃത്യമായ നിലപാടുകൾ എപ്പോഴും ആരിഫ് മുഹമ്മദ് ഖാൻ തുറന്നു പറഞ്ഞിരുന്നു. മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിനും അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. മാമൂലുകളുടെ പുറകെ പോകാതെ തീർച്ചയായും സത്വരമായ നടപടികൾ, ഉൽപ്പതിഷ്ണുത്വമാണ് ഈ സമുദായത്തിൽ വേണ്ടത് എന്ന് പോലും അദ്ദേഹം പല പ്രസംഗങ്ങളിലും തുറന്ന് പറയാറുണ്ടായിരുന്നു. പ്രവാചകന്റെ കാലത്ത് ഒരു കാരണവശാലും സ്ത്രീകൾ ഹിജാബ് ധരിച്ചിട്ടില്ല എന്നൊക്കെ ഒരു വേളയിൽ അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. സൂഫിസത്തിലും അതുപോലെ തന്നെ മറ്റ് ഇസ്ലാമിക ചരിത്രത്തിലും വളരെ അവഗാഹം ഉണ്ടായിരുന്ന ഒരു പണ്ഡിതൻ കൂടി തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അത്തരം ചില നിരീക്ഷണങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പ്രവചിച്ചത്. അതായത് പ്രവാചകന്റെ കാലത്ത് സ്ത്രീകൾ ഹിജാബ് ധരിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത്. ഇത് താൻ വെറുതെ പറയുന്നതല്ല, തന്റെ പഠനങ്ങളിലൂടെ നിരീക്ഷണങ്ങളിലൂടെ താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ് എന്നാണ് അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത്. ഏതായാലും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കൂടുവിട്ട് കൂടുമാറി ഓരോരോ രാഷ്ട്രീയ പാർട്ടികളിൽ ചേക്കേറുകയും പിന്നീട് ആ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു, അല്ല എന്നുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ അവസരങ്ങൾ ഇവിടെ നിന്ന് നേടാനില്ല എന്നുള്ളൊരു രീതി വരുമ്പോൾ ഗവർണർ മറ്റുള്ള രാഷ്ട്രീയ സംഘടനകളിലേക്ക് ചേക്കേറുന്നു എന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നത്.
അതെന്ത് തന്നെയായാലും ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ പദവിയിൽ നിന്നും രാജിവെച്ച് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നെ നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്.